ഞാനിന്ന് വിയർമാർട്ടിലോട്ടാണ് പോയത്. ഇത് ഇലക്ട്രയിലാണ് വരുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്ന കാണാം. ഈ ഗ്ലാസ് ജാറിന് വെറും 3 ദിർഹം മാത്രമേ ഉള്ളൂ. ഈ ഇരിക്കുന്ന എല്ലാ ഐറ്റംസിനും ഈ ഗ്ലാസ് ജാറിനൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 7 ദിർഹമാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഇരിക്കുന്ന കാണാം. ഇത് 1 ദിർഹം 3 ദിർഹം എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഡ്രസ് സെക്ഷനിലോട്ടാണ് പോയത് കേട്ടോ. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെത്. അങ്ങനെ നമ്മൾ കുറേ നേരം തപ്പിയെടുത്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പക്ഷേ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ടൈം എടുക്കണം. പിന്നെ ഞാനിങ്ങനെ കുറേ ടീഷർട്ട് അങ്ങനെ കുറേ ഐറ്റംസ് നോക്കി. പിന്നെ റെഡിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഡ്രസ്സസ് എല്ലാം കണ്ടതിന് ശേഷം ഞാൻ കുറച്ച് ബേസിക് ഐറ്റംസ് നോക്കാൻ പോയി. അങ്ങനെ ഈ ടോയ്ലറ്റ് ക്ലീനർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് നോക്കി. പിന്നെ മേക്കപ്പ് ഐറ്റംസിൻ്റെ അടുത്തോട്ട് പോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബാഗാണ് പിന്നെ നോക്കിയത്. ബാഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് 7 ദിർഹത്തിനാണ്. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷേ ഇതൊക്കെ 20 ദിർഹത്തിന് മുകളിലാണ്. ഈ വരുന്ന ബാഗ്സ് എല്ലാം 7 ദിർഹം. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പിൻ്റെ അടുത്തോട്ടാണ് പോയത്, ഫുഡ്വെയറിൻ്റെ അടുത്തോട്ട്. അപ്പോൾ അവിടെ 10 ദിർഹം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. ഈ കാണുന്നതിന് 15 ആണ്. പക്ഷെ നമുക്ക് ഭയങ്കര ഫീസിബിളായിട്ട് തോന്നും. ഈ കാണുന്ന 42 ആണ്. പക്ഷെ നമ്മൾ കുറേ നേരം എടുത്ത് തപ്പുകയാണെങ്കിൽ നമുക്ക് കുറേ ഐറ്റംസ് വിയർമാർട്ടിൽ നിന്ന് കിട്ടും. അങ്ങനെ ഫീസിബിളായിട്ടുള്ള എമൗണ്ടിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വിയർമാർട്ടിലോട്ട് പോയി. ഇത് ഇലക്ട്രയിലാണ് വരുന്നത്. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടാൻ വേണ്ടി.